സ്പോട്ട് ലൈവ് തുടരുന്നു. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം കേസ് അന്വേഷിക്കും. കേസിലെ മുഖ്യ കണ്ണികൾ ഹൈദരാബാദിലാണെന്ന് പ്രതി സാബിത് നാസർ മൊഴി നൽകിയിരുന്നു. അവയവ കച്ചവടത്തിനായി 20 പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും മൊഴിയുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഡാനി പോൾ ചേരുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഏറെ നടുക്കമുണ്ടാക്കിയ കേസായിരുന്നു. നമുക്കറിയാം, ഇതിനു മുൻപ് കേരളത്തിലെ ചില ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ, വാർത്തകളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ്, അതിലൊരു പ്രധാനപ്പെട്ട കണ്ണി അത് മലയാളിയായിട്ടുള്ള സാബിത് നാസറാണെന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു രാജ്യാന്തര റാക്കറ്റിലേക്ക് വിവരങ്ങൾ എത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയിൽ നിന്നും, ഈ സാബിത്തിൽ നിന്നും പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം 20 പേരെ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിന്റെ ഭാഗമായി കടത്തിയിട്ടുണ്ടെന്നാണ്. ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? അതായത് 20 പേർ മാത്രമാണ്, 20 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇരകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഇപ്പോൾ ഈ അന്വേഷണം അതിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഇതിലിപ്പോൾ കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അവർക്ക് അവരൊരു പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുക എന്നതാണ്. ഏറെക്കുറെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അവലോകനം അവർ നടത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു റാക്കറ്റ് നിലവിലുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അവർ പ്രാഥമികമായ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിന് ബന്ധമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഈ അന്താരാഷ്ട്ര അവയവ മാഫിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് കൃത്യമായ രീതിയിൽ തന്നെ ബന്ധമുള്ള ഒരു ശൃംഖല തന്നെയാണ് ഇത് എന്നത് വ്യക്തമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് എത്ര പേരെയാണ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ കടത്തിയിട്ടുള്ളത്, കേരളം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത്, ഒപ്പം തന്നെയും ഈ ഇരകളാക്കപ്പെട്ടവർ അവരിപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച ഒരു ദുരൂഹത അത് വളരെ ശക്തമാണ്. കാരണം ഇവർ ഇവിടേക്ക് തിരിച്ചെത്തിയോ ഇല്ലയോ എന്നതെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും. അത് ഒരു അന്വേഷണത്തിന് പ്രത്യേക ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ അവയവ മാഫിയയ്ക്ക് ഇരയായവർ അവരുടെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ചാണ്. 20 പേരെന്ന് പറയുമ്പോൾ അതിലെത്ര മലയാളികൾ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർന്നിരുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന പ്രകാരം 19 പേർ അത് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് എന്നതാണ്. ഈ 19 പേരിൽ അതിഥി തൊഴിലാളികൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് സബിത പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ. ഇയാളുടെ യഥാർത്ഥ കൂട്ടാളികൾ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഇത് ഹൈദരാബാദിലാണ് മുഖ്യ ആസൂത്രകൻ എന്നത് പറയുന്നു. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ മാഫിയയുടെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഏകോപിപ്പിക്കുന്നത് എല്ലാം തന്നെ അവിടെ നിന്നാണ്. ഈ സാബിത്തിനെ പോലുള്ള നിരവധിയായ ഏജന്റുമാർ രാജ്യത്ത് ഉടനീളം അവർക്ക് വേണ്ടി വർത്തിക്കുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ തന്നെയും ഈ അവയവ മാഫിയയുടെ ഭാഗമാകുന്നത് നേരത്തെ ഇയാൾ തൻ്റെ തന്നെ വൃക്ക അത് വിൽക്കാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് ഫലവത്തായില്ല. അങ്ങനെയാണ് ഇവരുമായി പരിചയപ്പെടുന്നത്. ഇവരുമായുള്ളൊരു ബന്ധം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നീട് ഇയാൾക്ക് മനസ്സിലാകുന്നു ഇതിൽ വലിയ സാധ്യതകളുടെ ഒരിടമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നു എന്നത്. അങ്ങനെയാണ് ഇവരുടെ കൂട്ടാളിയായി ഇയാൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് ഒരാളെ ഇയാളുടെ മൊഴി പ്രകാരം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ ഒരു കൂട്ടാളിയായിരുന്നു, ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിൽ വർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ വിട്ടയച്ചു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ സബിത്തിൻ്റെ ഒരു കൂട്ടുകാരി, ഇവർ ജീവിത പങ്കാളി എന്ന രീതിയിൽ കുറച്ചു കാലം താമസിച്ചിരുന്നവരാണ്. ഇവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന രീതിയിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങുന്നു. ഒപ്പം പാലക്കാട് സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഇവരെ 20 പേരിൽ പെടുത്തിയിട്ടുള്ളത് ഒരാൾ എന്നാണ് ഷമീറിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ്. വീട്ടുകാർക്ക് പോലും ഇയാൾ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കൊണ്ടുപോയ 20 പേരെ സംബന്ധിച്ച് അവർ പിന്നീട് എന്ത് ചെയ്തു, അവർക്ക് ഇപ്പോൾ എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വൃക്ക എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ ഈ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുമ്പോൾ ഇവർ ഈ കരൾ ദാതാക്കൾ കൂടി ആയിട്ടുണ്ട്. അവരിൽ നിന്ന് കരൾ കൂടി
സ്വീകരിക്കുന്ന രീതിയിലേക്ക് അവരിൽ നിന്ന് ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുണ്ടോ എന്ന ഗുരുതരമായ ഒരു സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനൊരു വ്യക്തമായ രീതിയിലൊരു മറുപടി ഇയാൾ നൽകിയിട്ടില്ല. കാരണം നമുക്കറിയാം ഈ കരളിൻ്റെ ഒരു ഭാഗം അത് വേണ്ടി വന്നാൽ ഇത് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് നമ്മളുടെ എല്ലാം ഒരു ശരീരപ്രകൃതി, ആരോഗ്യ പ്രകൃതി എല്ലാം തന്നെ. അപ്പോൾ ഇത്തരമൊരു ശസ്ത്രക്രിയയിൽ, സങ്കീർണമായ ശസ്ത്രക്രിയയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച എന്തെങ്കിലും ഇയാൾ കൃത്യമായി വെളിപ്പെടുത്തി അത്തരം ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഡാനി. അതുപോലെ എന്തായാലും മറ്റുള്ളവരുടെ ഈ സാമ്പത്തിക പരാധീനതകൾ ഉള്ള, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഈ അവയവ കച്ചവട റാക്കറ്റിന്റെ ഇരകളായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പണത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ സാബിത്തിന്റെയും ഈ റാക്കറ്റിന്റെയും കെണിയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാബിത്ത് പിടിയിലായി ആരെങ്കിലുമൊക്കെ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം സ്വാഭാവികമായും അത് പിന്നീട് പുറത്തറിയും. അത്തരം കേസുകളുടെ നൂലാമാലകൾ അതിന്റെ പിന്നാലെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പോലീസിനെ സമീപിക്കാനുള്ള, ഈ പരാതിയുമായി സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ സാബിത്ത് തന്നെ ഇരകളായവരുടെ പേരും വിവരങ്ങളും പോലീസിന് കൈമാറാനായിരിക്കുമോ സാധ്യത? ഏത് സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇരകളെ തേടിയുള്ള, കാരണം ഇരകളെ പിടികൂടിയ, ഇരകളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ റാക്കറ്റിന്റെ പ്രവർത്തന രീതി എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇറാനിലേക്ക് മാത്രമായിരുന്നോ ഇവരെ എത്തിച്ചിരുന്നത്? വൃക്ക മാത്രമാണോ ഇവരിൽ നിന്നും സ്വീകരിച്ചത്? അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തണമെങ്കിൽ സ്വാഭാവികമായും ഇരകളെ മനസ്സിലാക്കണം. ഇരകൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അവരെ എങ്ങനെ കണ്ടെത്താനാണ് പോലീസ് നീങ്ങുന്നത്? ടോം, ഇതിൽ ഇയാൾ നൽകിയിട്ടുള്ള, സബിത് നൽകിയിട്ടുള്ള വിവരങ്ങൾ മുഴുവനായി പോലീസ് വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായി അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് സംബന്ധിച്ച കൂടുതൽ വസ്തുതാപരമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഇയാൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് സ്വദേശിയായ ഷമീറിനെ തേടി പോലീസ് ചെല്ലുന്നത്. എന്നാൽ അയാൾ അവിടെ ഇല്ല. ഇയാൾ കുറേ നാളുകളായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇയാളുടെ പാസ്പോർട്ട് സഹിതം വീട്ടിൽ നിന്ന് ഇല്ല, അതും എടുത്തുമാണ് ഇയാൾ പോയിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോയെന്ന് പറയുന്നു. ഇയാൾ തിരിച്ചെത്തിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തമായൊരു വിവരം വീട്ടുകാർക്ക് അറിയില്ല ഇയാൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇയാളെ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ഇയാൾ നൽകിയിരിക്കുന്ന, ഇതുവരെ സംഘടിപ്പിച്ച് നൽകിയിരിക്കുന്ന മേൽവിലാസങ്ങൾ സംബന്ധിച്ച പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ അതിഥി തൊഴിലാളികൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായ വസ്തുതകളിലേക്ക് ചെല്ലേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തി ഒരു സ്ഥിരീകരണം നടത്തണം. ഇവർ ഇവിടെ വീടുകളിൽ തിരിച്ചെത്തിയോ, എന്താണ് നിലവിൽ അവരുടെ സ്ഥിതി എന്നത്. അപ്പോൾ അത് ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കാരണം രാജ്യാന്തര തലത്തിൽ ബന്ധമുള്ള മനുഷ്യക്കടത്തും അവയവ വിൽപ്പനയും ഉൾപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേരള പോലീസിന്റെ മാത്രം ഒരു അന്വേഷണ പരിധി നിൽക്കുമോ? ദേശീയ അന്വേഷണ ഏജൻസികൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കാണണോ? 100% ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഇടപെടേണ്ടതായ നിരവധി തലങ്ങൾ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഒന്ന്, ഈ രാജ്യാന്തര തലത്തിലുള്ളൊരു ബന്ധം. കാരണം ഇവിടെ നിന്ന് ആളുകളെ അവയവ കച്ചവടത്തിനായി തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം കുവൈറ്റിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഇറാനിലെ ഫരീദ് ഖാൻ എന്ന ആശുപത്രിയിലേക്ക് അടക്കം അവിടേക്ക് എത്തിക്കുന്നത്. അവിടെ ഇതിന് സുസജ്ജമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ, ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളടക്കം ചെയ്യുന്ന ഒരു റാക്കറ്റ് അടക്കം അവിടെ പ്രവർത്തിക്കുന്നു. ഇവർക്ക് പണം കൈമാറുന്നു. ഈ പണം എങ്ങനെ കൈമാറുന്നു എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരങ്ങളില്ല. നിയമപ്രകാരം ഈ രീതിയിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും പുറത്തു വരും എന്നതുകൊണ്ട് സ്വാഭാവികമായി അതിനൊരു ഹവാല മാർഗം ആശ്രയിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ഉറപ്പാണ്. കാരണം അവിടെ നിന്ന് 60 ലക്ഷത്തിനാണ് ഒരാളിൽ നിന്ന് ഇടപാട് പറഞ്ഞുറപ്പിക്കുകയും പിന്നീട് അതിലേക്ക് പോവുകയും ചെയ്യുന്നതെന്നാണ് സബിത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം പണം ഇവർ കൈപ്പറ്റുന്നത് ഏത് രീതിയിലാണ്? അവിടെ നിന്ന് വിദേശ കറൻസിയായി കൈപ്പറ്റുമ്പോൾ അത്തരം കാര്യങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത്, ഇവർക്ക് വരുന്നത് ഇതെങ്ങനെയാണ്?
അപ്പോൾ ഇതിൽ ഒരു പുറമെ നിന്നുള്ളൊരു ഏജൻസി കേരള പോലീസിന് പുറമെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം ഇത് ഒരു മനുഷ്യക്കടത്തുന്ന രീതിയിൽ തന്നെ സ്വഭാവമുള്ളൊരു കാര്യം തന്നെയാണ്. അവയവ മാഫിയയുടെ ഭാഗമാകുന്നു. അതുമാത്രവുമല്ല, ഈ സബിത്തിനെ പോലുള്ളവർക്ക് പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, ആരൊക്കെയാണ് ഇവരുടെ ആളുകൾ എന്നത് സംബന്ധിച്ചും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലിലേക്ക് വരാനുള്ള സജീവ സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവർക്കടക്കം ഇയാൾക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ട്, ആരുടെ റാക്കറ്റിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന, അവയവ കച്ചവടം മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതെല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് കേരള പോലീസിനെ കൊണ്ട് മാത്രമായി അത് മുഴുപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പണത്തിന് വേണ്ടി അവയവം നൽകാൻ പാടില്ല, അവയവദാനം പാടില്ല എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത്. ദേശീയ അന്വേഷണ ഏജൻസി സ്വാഭാവികമായും കേസെടുക്കാൻ വരുമ്പോൾ ഇതിന് പിന്നിൽ ഒരു രാജ്യാന്തര റാക്കറ്റ് എന്നതിനപ്പുറം മറ്റൊരു മാനം കൂടി ഈ കേസിൽ കാണണോ? ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമായി ഉൾപ്പെടെ ഈ കേസിനെ സമീപിക്കേണ്ടതുണ്ടോ? അത് കൂടുതൽ അന്വേഷണത്തിൻ്റെ അതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിൽ മാത്രമാണ് അതിൽ സംബന്ധിച്ച് കൃത്യമായി നമുക്കത് പറയാൻ കഴിയൂ. എങ്കിൽ കൂടിയും ഒരു സാധ്യതയും അന്വേഷണ ഏജൻസികൾ തള്ളുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഇക്കാലം പല രീതിയിൽ പല ഒളിയിടങ്ങൾ പലയിടത്തും സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണ് ആരുടെയെല്ലാം ഒരു പ്രവർത്തനം എന്നത് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായും ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടും വരെയും ഇക്കാര്യത്തിലേക്ക് അന്വേഷണത്തിൽ ഇടപെടാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പ്രാഥമികമായ വിവരശേഖരണം അവർ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഇവരുടെ പണമിടപാടുകൾ അത് ഏത് രീതിയിലുള്ളതാണ്, അത് എങ്ങനെയാണ് ആ നെക്സസ് പ്രവർത്തിച്ചിരുന്നത്, പണം എങ്ങനെ കൈമാറുന്നു, ഇവർക്ക് എല്ലാം സബിത്തിനെല്ലാം ലഭിച്ച പണം അത് എങ്ങനെ വന്നു, അത് ആർക്കൊക്കെ വീതിക്കുന്നു, അത് ആർക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, ആരാണിത് കൈമാറുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. ആര് ഈ പണം തീർച്ചയായും ഹവാല വഴി എത്തിക്കുന്നെങ്കിൽ വിദേശ കറൻസി അതൊക്കെ ഇന്ത്യയിലേക്കോ കേരളത്തിലേക്ക് ഇതെല്ലാം വരുന്നത് ഏതെല്ലാം മാർഗങ്ങൾ വഴിയാണ് ഇവിടേക്ക് അത് കൈമാറ്റം ചെയ്യുന്ന രൂപയിലേക്കെല്ലാം എത്തിക്കുന്നത്, ഇവിടെ ഏതെങ്കിലും ആളുകൾ ഇവർക്ക് വേണ്ടി പാരലായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ. ഒപ്പം തന്നെ ഈ പാലക്കാടുകാരനായ ഷമീർ എവിടെ പോയി എന്നതും ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയവർ, അവർ എവിടേക്ക് പോയി, ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ മറ്റെവിടെയാണ്, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അതിൽ ഗഹനമായ ചോദ്യങ്ങൾ തന്നെയാണ്. അതിനുത്തരം കണ്ടെത്തേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസികൾക്കടക്കം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ പണമിടപാടുകളടക്കം ദുരൂഹത നിറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് കേരള പോലീസിന് പുറമെ മറ്റ് ഏജൻസികളും ഈ കേസിൽ ഇടപെടുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി അവയവ കച്ചവട കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഈ കേസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം ഉടൻ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റാണ്. നിലവിൽ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ ഏജൻസികളും ഈ കേസ് ഏറെ ഗൗരവത്തോടു കൂടി കാണുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം ഹവാല ഇടപാടുകൾ ഇതിൻ്റെ മറവിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമായും പരിശോധിക്കുകയാണ്. നിലവിൽ പിടിയിലായ തൃശൂർ സ്വദേശി സാബിത്തിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. അതായത് കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി യുവാക്കൾ ഇതിൻ്റെ ഇരകളായിട്ടുണ്ട്. കേരളത്തിൽ 20 പേരെയാണ് അവയവ കച്ചവടത്തിനായി താൻ വിദേശത്തേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് സാബിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി, ഈ അവയവ കച്ചവടത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ.